ഫാമിലി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ വെക്കേഷൻ തുടങ്ങിയേക്കാണ്. ചെറിയ വെക്കേഷൻ 2 ആഴ്ച ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ ടൂറ് പ്ലാൻ ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങൾ സ്ഥലം ഇപ്പോൾ പറയണില്ല. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇവിടെ നിറച്ച് ബോട്ടുകൾ, പായക്കപ്പലുകളില്ലേ, ചെറിയ പായക്കപ്പലുകൾ നിർത്തിയിട്ടാണ് കേട്ടോ. അത് ശരിക്കും ഈ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കീലിൽ നിന്ന് ഓസ്ലോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ചെറുതായിട്ട് മഴയുടെ ചാറ്റലുണ്ട്, ചെറുതായിട്ട് ഇവിടെ നിന്ന് നല്ല കാറ്റുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തണുക്കണുണ്ട്. ഇത് എഞ്ചിൻ റൂമാ. ഈ എഞ്ചിൻ റൂം ആരണി ഒച്ച കേൾക്കണേ, നല്ല സൗണ്ട് ഉണ്ട്. ശരിക്കും നമ്മളൊരു മാളിലേക്ക് കിടക്കണ മാളിലേക്ക് പോകണ പോലെ ശരി. ഈ സൈഡ് നോക്കി എന്ത് രസമാണ്, സൂപ്പറായിട്ട്. ഇവിടുത്തെ കടകളിലത്തെ ഇറച്ചോളാ ചീസാണ് ഇത് കണ്ട, ചീസ് ഇത് ഇതൊക്കെ ഓരോ ഏരിയ കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് നമുക്ക്. അതെ, നമുക്ക് ഫുഡ് ഇൻക്ലൂഡ് ആണ്. നമുക്ക് ഒന്നുകൊണ്ട് അതെ ഫുഡ് സ്റ്റേ ചെയ്യും. അതെന്ത് പേരുണ്ടല്ല, ഗ്രാൻഡ് ബഫറ്റ്. ഗ്രാൻഡ് ബഫറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമുക്ക്. അതെ അതെ അതെ. ഇവിടെ നമ്മുടെ ലിഫ്റ്റുകൾ നോക്കിയാൽ ചില്ലുകൂട്ടിൽ ഇതൊക്കെ കയറാണ് ഉണ്ടല്ലേ, ആൾക്കാർ പോകണില്ലേ. ശരിക്കും അതെ, മാളിൽ പോലെയാ ഉണ്ടല്ലേ. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ഈ ഫുള്ള് കടകളൊക്കെ ഉള്ളിൽ സെറ്റായിട്ട് കാണും. ഇത് ഇതിലത്തെ ഒരു ടാക്സ് ഫ്രീ മാർക്കറ്റ് ആട്ടോ. അതായത് നമ്മുടെ ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്നൊക്കെ പറയില്ലേ, ഏതാണ്ട് അതുപോലത്തെ ഒരു സ്ഥലമാണ്. ഇതിപ്പോൾ തുറന്നിട്ടുള്ളൂ. ഇതിൽ ഇവർക്ക് ലിക്കർ, അതുപോലെ വൈന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. കുറേ വലിയ കടയാലോ, പണ്ടം കടയുള്ളത്. സിഗരറ്റിന്റെ കട, അതിൻ്റെ അമ്മേ സിഗരറ്റിന്റെ കട നോക്കിയ വെറൈറ്റി സിഗരറ്റ് കടകള്. ശരിക്കും കാണാനുണ്ട് കേട്ടോ. കാണാനുണ്ട്, നല്ല രസമാണ് കേട്ടോ, സൂപ്പറായിട്ട്. സൂപ്പറായിട്ട് കാണാൻ നമ്മള് പോകും. നമ്മള് 7th 11th ഷിപ്പിന്റെ ഏറ്റവും മുകളിലെത്തി. ഇവിടെ കാണാൻ നല്ല രസമാണ്. ഇതിൽ പോണത് കാണാൻ പറ്റും, നല്ല കാറ്റുണ്ട്. ഇത് മറ്റേ എഞ്ചിനിൽ നിന്ന് പുക പോണ സാധനല്ലേ, ആ സംഭവം ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. നമ്മുടെ ഒരു ഫാമിലി കൂടി വന്നിട്ടുണ്ട് കേട്ടാ. അവരാണ് അവിടെ നിൽക്കണേ. ടെസ്ല പിന്നെ ശരിക്കും പരിചയപ്പെടുത്താം. അതെ, അവരുടെ മോനാ അപ്പു. ഇത് രണ്ടാമത്തെ ആള്. ടെസ്ല ഒരു ഹായ് കൊടുക്ക.
നോട്ട് നിൽക്കുക. ഇവിടെ ആട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിച്ചു. കേസരിയാണ്. ഇതാണ് ടെസ്ലയുടെ അപ്പച്ചൻ. അമ്മച്ചി ടെസ്ലേനെ പിന്നെ അറിയാം, നിർഫിനെ അറിയാം. നിർഫിനെ ഒഴിച്ചിക്കിടൂ. അതെ, തിന്നു വയ്യണ്ടായിന്ന്. നല്ലൊരു ഫുഡ് അടിയായിരുന്നു കഴിഞ്ഞ. അതെ, വീഡിയോ എടുക്കാൻ പാടില്ല ഇവിടെ, ഫോണില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ബ്രിഡ്ജാന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ബ്രിഡ്ജാന്ന് ഡെൻമാർക്കിന് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ച് കാറ്റുണ്ട്, നല്ലോണം നല്ല കാറ്റുണ്ട്. നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഒന്നും കാണാനില്ല, പുറത്തേക്കൊന്നും കാണില്ല. നമ്മൾ നേരെ കടലിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടുന്നത് കാണില്ല, അറിയില്ല. പക്ഷേ നമ്മൾ തിരമാലയിലേക്ക് നോക്കുമ്പോഴാണ് വണ്ടി മൂവ് ഉണ്ടെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോണേ. നമ്മൾ നോർത്തേൺ ലൈറ്റ്സ് എന്ന് കേട്ടിട്ടില്ലേ? അതായത് നോർവേയുടെ ഭാഗങ്ങളിൽ കാണുന്നത്, അതിൻ്റെ ചെറിയൊരു രൂപ കാണണം. ഇപ്പം നമുക്ക് നല്ല ക്ലൗഡായിരുന്നു ഇങ്ങനെ കാണാത്ത കേട്ടാ, എന്നാലും നമുക്ക് കുറച്ച് കാണാം. അതുപോലെ നമ്മുടെ പാരലായിട്ട് വേറൊരു ഷിപ്പ് കൂടി പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ നല്ല കോടമഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒന്നും കാണില്ല പുറത്ത് ഇറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ നേരെ നോക്കുമ്പോൾ ഒരു സ്റ്റോം പോലെയാണെന്ന് പറഞ്ഞവര്, എന്തോ ക്യാപ്റ്റൻ വിളിച്ചു പറയണ്ടായിരുന്നു സ്റ്റോമിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ വണ്ടി പോണത് കാണണമെങ്കിൽ അടിയിലേക്ക് നോക്കണം, എന്നാൽ മാത്രമേ വണ്ടി പോകുന്നുണ്ട് എന്നറിയാൻ പറ്റുള്ളൂ. അടിപൊളി, നല്ല തീരെ ഒന്നും കാണില്ല. വണ്ടി അനങ്ങിണ്ടെന്ന് മൂവി ഉണ്ടെന്ന് ഒന്നും മനസ്സിലാവില്ല നമുക്ക്. അതുപോലെ നമ്മൾ 10 മണിയോടുകൂടി ഓസ്ലോയിലെത്തി, നോർവേയുടെ ഭാഗമായിട്ടുള്ള ഓസ്ലോയിൽ. ഷിപ്പ് നമുക്കിപ്പോൾ 10 മണിയോടുകൂടി ഷിപ്പ് നമുക്ക് കരയ്ക്കെടുക്കും. അതിനുശേഷം നമുക്ക് അവിടെ കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു 2 മണിയോടുകൂടി നമുക്ക് തിരിച്ച് ഈ കപ്പലിൽ തന്നെ കയറണം. ഈ കപ്പലിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിയോട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം 10 മണിക്ക് തിരിച്ച് കീഴിലെത്തും. ഇപ്പോൾ ഡെക്കിൽ പിള്ളേരൊക്കെ കളിക്കാനാണ് നമുക്ക്. അവർ നല്ലോണം ആഘോഷിച്ചിരിക്കും, നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിരിക്കും. ഇത് നമ്മുടെ കണ്ടെയ്നറുകൾ വരുന്ന സ്ഥലമാണ് അവിടുത്തെ. ഇതിൽ നിന്ന് കുറച്ചുകൂടി വിട്ടിട്ടാണ് നമ്മുടെ ഷിപ്പ് പാർക്ക് ചെയ്യുക. ഓസ്ലോൻ്റെ പുറത്തെ കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ നേരത്തെ വിൻഡോകൾ കണ്ടില്ലേ, അതിൻ്റെ പുറത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വന്ന ഡെക്കിലാണ് ഇപ്പോൾ ഇരിക്കണേ. അവിടെ എന്തോ പാർട്ടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 10 മണിക്ക് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളൊരു വണ്ടി എടുത്ത് ഓസ്ലോ കംപ്ലീറ്റ് ഒരുവിധം നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒരു 4 മണിക്കൂറിലുള്ളൂ. 4 മണിക്കൂർ കൊണ്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഷിപ്പിൽ കയറി. നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റ് കിട്ടി ഭാഗ്യത്തിന്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഇറങ്ങിയപ്പോൾ. അത് കാരണം നമുക്ക് എല്ലാം നന്നായിട്ട് കാണാൻ പറ്റി. അതിൻ്റെ വീഡിയോ തുറന്നു വരും കേട്ടോ.
മുകളിലത്തെ ഡെക്കാട്ടത്. അത് എഞ്ചിൻ, ഇന്നലെ രാത്രി കണ്ട എഞ്ചിൻ. ഇത് കപ്പലിൻ്റെ മുകളിലത്തെ ഡെക്ക്. നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, അതിൽ നിൽക്കുന്നുണ്ട്. എക്കോ എഫക്റ്റാ. അമ്മ ചോദിച്ചില്ലേ ആ വഴിക്ക് അങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചില്ലേ? ആ പള്ളിയാ, ആ പള്ളി. ഓസ്ലോ നഗരത്തെ നമ്മൾ പിന്നിലാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുക അങ്ങോട്ട്. അതിൻ്റെ പ്രൊപ്പല്ലർ കറങ്ങണണ്ട. വെള്ളച്ചാട്ടം പോലെ ഉണ്ണിക്കുട്ടാ. ആ നീല വീട് മതിയാ? നീല വീട്, നീല വീടല്ല, നീല വീട്. നമുക്ക് ആ വെള്ള വീട് മതി. വെള്ള, ആ വെള്ള. ഓ രസമുണ്ടല്ലേ പറഞ്ഞാല്. നല്ല വ്യൂ ആയിരിക്കട്ടെ പുറത്തേക്ക്. ജാതി വ്യൂ ആവും. ഓടി വരാ പോട്ട്. അവിടെ ഒരു നീല വീടുണ്ട് അടിയില്. അതിന്റെ ഉള്ളില് കണ്ടൊരു വീട്, അടിയിലൊരു വീട് കണ്ട. ആ അതിന്റെ ഉള്ളിൽ കണ്ടു. അതിന്റെ ഉള്ളിലൊരു വീട് കണ്ട. മെർഫിന അതിന്റെ ഉള്ളൊരു വീട് കണ്ട. അതിന്റെ ഉള്ളിൽ രാഷ് കളർ നീല വീട് കണ്ട. അതിന്റെ ഉള്ളിൽ വീട് കണ്ട. നീല ആഷ. ഓ ജാതി ഏരിയ ഉണ്ടല്ലോ ഇതിലെ. ഓ ഇതന്നെ മുതലായേട്ടാ ഇന്നലത്തെ കാട്ടും. തിളങ്ങണേ വെള്ളത്തില് ഇവിടെ വീടെടുക്കാറില്ലേ നമുക്ക് സ്വിമ്മിങ് പിടിക്കാം. വെള്ളാന്ന് പറഞ്ഞെല്ലാം വെള്ളയാ. അല്ലല്ല, കോസ്റ്റൽ ഗാർഡന്റെ ആൾക്കാരാവും. നമ്മളിന്നലെ ഇതിലേക്ക് വന്നിരുന്നു, അതായത് നമ്മുടെ വാട്ടർ പൂളിലേക്ക്. അത് കഴിഞ്ഞു, പക്ഷെ അവിടെ വീഡിയോ അല്ല, അവിടെ അല്ല. ഇത് അഡ്വഞ്ചർ പ്ലാനറ്റാണ്. അഡ്വഞ്ചർ പ്ലാനറ്റിൽ നമ്മൾ വന്നിരിക്കുകയാണ്. മെർഫിൻ നല്ല ഓടിക്കലേ. ഓടിച്ചോ.
കോണിക്കായേ അതിലേക്ക് നോക്കുമ്പോഴാണ് രസം. ഞങ്ങളപ്പോൾ ടൂറ് കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ. അതെല്ലാവർക്കും ഉണ്ടാവും, ജെട്ടി എല്ലാവർക്കും ഉണ്ടാവില്ലേ? മലയുടെ മുകളിൽ ഒറ്റ വീട് നോക്കി പല കളറിലുണ്ട്. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടാ അയ്യോ മലയാളികളുടെ സംസ്കാരം. ഒരു ജെട്ടിക്കതാണ് മെർഫിനെ ഒരു ജെട്ടിക്കതാണ്